ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ദിവസം എർഗോഡിസിറ്റി എന്നുള്ള ലാസ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുള്ളൂ. അഡീഷണൽ പ്രോബ്ലംസ് കൂടെ നമുക്ക് ചെയ്യാം. എർഗോഡിസിറ്റിയിൽ മെയിനായിട്ട് 3 കൈൻഡ് ഓഫ് എർഗോഡിക് പ്രോസസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് മീൻ എർഗോഡിക് പ്രോസസ്, ദെൻ കോറിലേഷൻ എർഗോഡിക് പ്രോസസ്, അനദർ വൺ വാസ് ഡിസ്ട്രിബ്യൂഷൻ എർഗോഡിക് പ്രോസസ്. ഇങ്ങനെ 3 ഡെഫിനിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഡെഫിനിഷൻസ് ഓരോന്നും അത് തന്നെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്, അത് പഠിക്കുക. പിന്നെ മെയിൻലി മീൻ എർഗോഡിക് പ്രോസസ്സിലാണ് പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണുന്നത്. കോറിലേഷൻ എർഗോഡിക് പ്രോസസ്സിലും 1-2 പ്രോബ്ലംസ്. അപ്പോൾ പ്രോബ്ലംസ്, ഒരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻ എർഗോഡിക് പ്രോസസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നൗ വിൽ ഡു ഫ്യൂ മോർ പ്രോബ്ലംസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. റാൻഡം പ്രോസസ് ഈസ് ഡിഫൈൻഡ് ആസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം, എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി, വെയർ എ ആൻഡ് ബി ആർ റാൻഡം വേരിയബിൾസ് സച്ച് ദാറ്റ് expectation of a and expectation of b are 0, expectation of a square and expectation of b square are 0, and expectation of ab equal to 0. We want to show that x of t is mean ergodic. Okay, so random processes തന്നിട്ടുണ്ട്. Random process is depending on a and b എന്താണെന്നും തന്നിട്ടുണ്ട്. We want to show that it is mean ergodic. അപ്പോൾ എങ്ങനെയാണത് ചെയ്യുന്നുണ്ടായിരുന്നത്? മീൻ എർഗോഡിക് ആണെന്ന് പ്രൂവ് ചെയ്യാനേ നമുക്ക് ഡിഫറെന്റ് വേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഡെഫിനിഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യാം, മറ്റൊന്ന് മീൻ എർഗോഡിക് തിയറം വെച്ചിട്ട് വേരിയൻസ് ഓഫ് ടൈം ആവറേജ് ഈസ് 0 എന്ന് പ്രൂവ് ചെയ്താലും മതി. നമുക്കിവിടെ ഡെഫിനിഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യം എക്സ് ഓഫ് ടി വാസ് എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി, റൈറ്റ്? അങ്ങനെയെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി, അതായത് നമ്മൾ എൻസംബിൾ ആവറേജ് എന്ന് പറയല്ലേ, യൂഷ്വൽ മീൻ, അതെന്താ വരിക? എൻസംബിൾ ആവറേജ് ഓഫ് യൂഷ്വൽ മീൻ എന്താ വരിക? which is equal to എക്സ്പെക്ടേഷൻ ഓഫ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി. ഇവിടെ ടി എന്നുള്ളതാണ് നമ്മുടെ വേരിയബിൾ ആയിട്ട് വരുന്നത്. സോ വി ക്യാൻ ടേക്ക് എ ആൻഡ് ബി ഔട്ട്സൈഡ്. ദിസ് വിൽ ബി കോസ് ഒമേഗ ടി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എ പ്ലസ് സൈൻ ഒമേഗ ടി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ബി എന്ന് വരും. എക്സ്പെക്ടേഷൻ ഓഫ് എയും എക്സ്പെക്ടേഷൻ ഓഫ് ബിയും തന്നിട്ടുള്ളത് 0 ആണെന്നാണ്. സോ ദിസ് വിൽ ബി 0. മ്യൂ എക്സ് ഓഫ് ടി എന്നുള്ളത് 0 ആണ് വരുന്നത്. ഓക്കെ, ഇനി എൻസംബിൾ ആവറേജ് കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? ടൈം ആവറേജും കൂടെ കണ്ടുപിടിക്കുക. ടൈം ആവറേജ് കണ്ടുപിടിച്ചിട്ട് ഇഫ് ടൈം ആവറേജ് ടെൻസ് ടു mu x of t, then it is, ഇങ്ങനെ ഒരു ലിമിറ്റ് ഓഫ് ടൈം ആവറേജ് ഈസ് ഈക്വൽ ടു എൻസംബിൾ മീൻ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് പ്രോസസ് ഈസ് എർഗോഡിക്, മീൻ എർഗോഡിക് എന്ന് പറയുന്നത്. സോ ഈ ഒരു കേസിൽ ടൈം ആവറേജ് എന്താണ് വരുന്നത്? എന്തായിരുന്നു ഡെഫിനിഷൻ? 1/2t ഇന്റഗ്രൽ മൈനസ് t to t x of t dt, which is equal to 1/2t integral minus t to t a cos omega t plus b sin omega t d. Right. ഇനി അത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കോസിന്റെ ഇന്റഗ്രല് സൈൻ വരും, സൈനിന്റെ ഇന്റഗ്രല് മൈനസ് കോസ് വരും. സോ 1/2t is there outside. Then ഇവിടെ വേരിയബിൾ ടി ആണ്, എ ഇസ് ലൈക്ക് എ കോൺസ്റ്റന്റ്, സൈൻ ഒമേഗ ടി ബൈ ഡെറിവേറ്റീവ് ഒമേഗ ടി ഒമേഗ വരും. പിന്നീട് പ്ലസ് ബി ഇൻറ്റു സൈനിന്റെ ഇന്റഗ്രല് മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. ലിമിറ്റ് വരുന്നത് മൈനസ് ടി ടു ടി. ഓക്കെ, അങ്ങനെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ ചെയ്ത് നോക്കുന്ന സമയത്ത്
1/2t into a sin omega capital T by omega minus b cos omega capital T by omega മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് ടി കൊടുക്കുന്ന സമയത്ത് സൈൻ ഓഫ് മൈനസ് ടി മൈനസ് സൈൻ ടി ആണ്. മൈനസ് എ മൈനസ് സൈൻ ടി സൈൻ ഒമേഗ ടി ബൈ ഒമേഗ മൈനസ് കോസ് ബി കോസ് ഒമേഗ ടി ബൈ ഒമേഗ എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കിവിടെ സൈന് നോക്കുന്ന സമയത്ത് ഇതും മൈനസും കൂടെ പ്ലസ് ആവും. ഓൾറെഡി എ സൈൻ ഒമേഗ ടി ബൈ ഒമേഗ ഉണ്ട്. 1/2t into 2a സൈൻ ഒമേഗ ടി ബൈ ഒമേഗ ഹോൾ ഡിവൈഡഡ് ബൈ ആണ്. സൈൻ ഒമേഗ ടി ഹോൾ ഡിവൈഡഡ് ബൈ ഒമേഗ. ഇനി കോസിന്റെ ടേം ഇവിടെ മൈനസ് ആണ്. ഇവിടെ ഈ മൈനസും കൂടെ പ്ലസ് ആവും. അപ്പോൾ ഈ കോസിന്റെ ടേംസ് തമ്മിൽ ക്യാൻസൽ ചെയ്തു. ഓക്കെ, therefore this will be 1/2t into 2a sin omega t by omega. എന്താണത്? xt bar. That means time average. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലുള്ളത് എന്താണ്? We want to check whether it is mean ergodic or not. എപ്പോഴാണ് mean ergodic ആവുക? If xt bar അല്ലെങ്കിൽ limit t tends to infinity xt bar ഈക്വൽ ടു മ്യൂ എക്സ് ഓഫ് ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എക്സ് ടി ബാറിന്റെ ലിമിറ്റ് ഇവിടെ എക്സ് ടി ബാർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി അതിൽ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ മതി. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ടി ബാർ എന്താണ് വരുന്നത്? ഇവിടെ 2a യു ക്യാൻ ടേക്ക് ഔട്ട്സൈഡ് ഇൻറ്റു ലിമിറ്റ് 2a ബൈ ഒമേഗ ഇൻറ്റു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ ടി ബൈ 2, which is equal to limit t tends to infinity sine of something by 2t. ഡിനോമിനേറ്ററിൽ എന്ത് വരും? സംതിങ് ബൈ ഇൻഫിനിറ്റി എന്ന് വരും. സൈൻ എന്തായാലും ഒരു ലിമിറ്റിംഗ് -1 to 1 ഒരു നമ്പറാണ്. സൈൻ ഓഫ് സംതിങ് എന്ന് പറയുന്നത് -1 to 1 ഒരു നമ്പറാണ്. ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി വരുന്ന സമയത്ത് ഇറ്റ് ഈസ് 0. സോ we got that limit xt bar tends to 0 as t tends to infinity implies x of t is എന്താണ്? mean ergodic എന്ന് കാണും. So this is a question. Random process was given. We want to check whether it is mean ergodic or not. ഇപ്പൊ നമ്മള് അതിന്റെ രണ്ട് ആവറേജസ് ഉണ്ട്. ഒന്ന് എൻസെമ്പിൾ ആവറേജ്, അതായത് യൂഷ്വൽ മീൻ, അത് കണ്ടുപിടിച്ചു. ആൻഡ് ടൈം ആവറേജ് കണ്ടുപിടിച്ചു. ടൈം ആവറേജ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ആ ഫംഗ്ഷൻ ഓഫ് ടിയിൽ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് 0. That was same as ensemble average. So it is mean ergodic. ഇങ്ങനെയാണ് അത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ട്രൈ അനദർ ക്വസ്റ്റ്യൻ. Another question. X of t equal to c, constant. X of t equal to a constant. What we want to do here? X of t constant alla. C is a random variable with a mean, not a constant. X of t equal to c, where c is a random variable with a mean mu and variance sigma square. Examine whether x of t is mean ergodic. അപ്പൊ അതും ഇതുപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തൊക്കെ കണ്ടുപിടിക്കണം? ആദ്യം എൻസെമ്പിൾ ആവറേജും ഇവിടെ എക്സ് ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് ടി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എക്സ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ 1/2t ഇൻറ്റു ഇന്റഗ്രൽ -t to t എക്സ് ഓഫ് ടി ഡി ടി. അതിൽ എക്സ് ഓഫ് ടിയുടെ സ്ഥാനത്ത് സി ആണ്. സോ സി എന്നുള്ളതിൻ്റെ അകത്ത് ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട്
യു ക്യാൻ ടേക്ക് ദാറ്റ് ഔട്ട്സൈഡ്. സി എന്നുള്ളത് ലൈക്ക് എ കോൺസ്റ്റന്റ് വി ക്യാൻ കൺസിഡർ. നമ്മൾ നേരത്തെ എ ബി ഒക്കെ കോൺസ്റ്റന്റ് പോലെയല്ലേ കൺസിഡർ ചെയ്തിരുന്നത്. എ ബി ഒരു റാൻഡം വേരിയബിൾ ആണെങ്കിൽ പോലും അതിന്റെ അകത്ത് ടി ഇല്ലാത്തത് കൊണ്ട് വി ക്യാൻ കൺസിഡർ ആസ് എ കോൺസ്റ്റന്റ്. ദെൻ സി ബൈ 2t into integral minus t to t 1 dt വരും. That means this is equal to c എന്ന് വരും. ഓക്കെ, ലിമിറ്റ് മൈനസ് ടി ടു ടി വരുമ്പോൾ 2t ആണ് വരിക. അത് ക്യാൻസൽ ചെയ്ത് പോയാൽ എക്സ് ടി ഈക്വൽ ടു സി എന്ന് വരും. വിച്ച് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ടി. ടി എന്നുള്ള ഫംഗ്ഷൻ വരുന്നില്ല. അപ്പൊ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ടി എടുത്താൽ എന്താ വരിക? വിച്ച് ഈസ് ഓൾസോ സി എന്ന് തന്നെ വരിക. ഓക്കെ, ഒരു കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി സി എന്നുള്ളത് കിട്ടി. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ടി ബാർ ഈസ് ഈക്വൽ ടു സി. നൗ വേരിയൻസ് വെച്ച് ചെയ്യാം, അല്ലാതെ തന്നെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി കണ്ടുപിടിക്കാം. ബട്ട് ആക്ച്വൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി എന്തായിരുന്നു? എക്സ് ഓഫ് ടി എന്തായിരുന്നു? ദിസ് ഇസ് എ റാൻഡം വേരിയബിൾ വിത്ത് മീൻ മ്യൂ. മ്യൂ എന്നുള്ളതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി. ദാറ്റ് മീൻസ് എൻസെമ്പിൾ മീൻ. സോ എൻസെമ്പിൾ മീൻ മ്യൂ ആണ്. ബട്ട് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ടി നോട്ട് ഈക്വൽ ടു മ്യൂ. ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് മീൻ എർഗോട്ടിക് എന്നത്. നോട്ട് മീൻ എർഗോട്ടിക്. കാരണം എന്താണ്? എൻസെമ്പിൾ മീൻ എന്നുള്ളത് മ്യൂ ആണ്. But limit of time average is equal to c, not equal to mean. ഇതിൽ ചെയ്തിട്ടുള്ളത് മറ്റൊരു രീതിയിലാണ്. നമ്മൾ മീൻ എർഗോഡിക് തിയറം ഉപയോഗിച്ച് വേരിയൻസ് ഓഫ് എക്സ് ടി കണ്ടുപിടിക്കാം. വേരിയൻസ് ഓഫ് എക്സ് ടി കണ്ടുപിടിക്കുന്ന സമയത്ത് വിച്ച് ഈസ് വേരിയൻസ് ഓഫ് സി ഓൺലി. എക്സ് ടി എന്ന് പറയുന്നത് സി ആണല്ലോ. വേരിയൻസ് ഓഫ് എക്സ് ടി സി, വേരിയൻസ് ഓഫ് സി ഓൺലി, വിച്ച് ഈസ് സിഗ്മ സ്ക്വയർ, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. Hence, using mean ergodic theorem as well, we can prove that it is not mean ergodic. Not equal to 0 ആയതുകൊണ്ട് വേരിയൻസ് ഓഫ് എക്സ് ടി നോട്ട് ഈക്വൽ ടു 0, അതിന്റെ ലിമിറ്റും നോട്ട് ഈക്വൽ ടു 0 ആണ്. Therefore, not mean ergodic എന്ന് conclude. Okay, that was another question. Now, മറ്റൊന്ന്, a WSS process is given x of t equal to 10 cos 100t plus theta, where theta is uniformly distributed over minus pi to pi. Prove that x of t is correlation ergodic. Mean ergodic അല്ല പ്രൂവ് ചെയ്യേണ്ടത്, കോറിലേഷൻ എർഗോഡിക് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ കോറിലേഷൻ എർഗോഡിസിറ്റി എന്തായിരുന്നു? കോറിലേഷൻ എർഗോഡിസിറ്റി എന്ന് പറയുന്നത് എ ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. അതിന്റെ ലിമിറ്റ് ടെൻസ് ടു R of tau ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെ. You can see the definition. Correlation ergodicity. Correlation ergodicity എന്ന് പറയുന്നത് 1/2t integral minus t to t x of t into x of t plus tau dt എന്നുള്ള ക്വാണ്ടിറ്റി, അതിനൊരു z t എന്ന് പേര് കൊടുക്കാം. ഈ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. അതിന്റെ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി എന്തായിരിക്കണം? Rx of tau, അതായത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആയിരിക്കും. ഇഫ് ദിസ് സാറ്റിസ്ഫൈസ് then it is correlation ergodic, otherwise not. അപ്പൊ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. കോറിലേഷൻ എർഗോഡിക് ആണ് പ്രൂവ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എക്സ് ഓഫ് ടി എന്തായിരുന്നു ക്വസ്റ്റ്യനില്? എക്സ് ഓഫ് ടി വാസ് ഐ തിങ്ക് എക്സ് ഓഫ് ടി ഈക്വൽ ടു x of t equal to 10 times cos of 100t plus 5 എന്നുള്ളതായിരുന്നു. where 100t plus theta, where theta is uniformly distributed over minus 5 to 5 എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കോറിലേഷൻ എർഗോഡിക് ആണോ എന്ന്
ചെക്ക് ചെയ്യണം. ആദ്യം ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ആർ ഓഫ് ടോ എന്താണ് വരിക എന്നുള്ളത്. WSS ആയതുകൊണ്ട് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഡിപ്പെൻഡിങ് ഓൺ ടോ ആയിരിക്കും, വിച്ച് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2, which is expectation of 10 cos 100 T1 plus theta into 10 cos 100 T2 plus theta. ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. വി ക്യാൻ സീ ദാറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 50 cos of 100 ടോ എന്ന് കിട്ടും. ടോ മീൻസ് T1 മൈനസ് T2 ആണ്. ഓക്കെ, ഇത് കിട്ടും. ആഫ്റ്റർ ദാറ്റ് വി വാണ്ട് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ZT എന്നുള്ള ക്വാണ്ടിറ്റി, അതെങ്ങനെ കണ്ടുപിടിക്കാം? ZT ഈസ് ഈക്വൽ ടു 1/2t ഇന്റഗ്രൽ മൈനസ് T to T x of T into x of T plus tau. D വിത്ത് റെസ്പെക്ട് ടു ഏതാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു T തന്നെയാണ്, ടോ അല്ല. വിച്ച് ഈസ് ഈക്വൽ ടു 1/2t ഇന്റഗ്രൽ മൈനസ് T to T എക്സ് ഓഫ് T രണ്ടിലും 10 ഉണ്ട്, 100 ടൈംസ് cos of 100 T plus theta into cos of 100 T plus tau, means 100 T plus 100 tau plus theta എന്നുള്ളത്. ഓക്കെ, dt now which is equal to 1/2t ഇന്റഗ്രൽ മൈനസ് T to T. നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ഇന്റഗ്രേഷൻ ചെയ്യാം. കോസ് എ കോസ് ബി എന്നുള്ള ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. കോസ് എ കോസ് ബി എന്താ വരുന്നത്? കോസ് എ കോസ് ബി 2 times cos A cos B will be 2 cos A cos B എന്താ വരിക? cos A plus B plus cos A plus B minus അല്ല. You can use that formula. So ഇതെന്ത് വരും? This will be equal to, you can see that this will be equal to 25/t integral minus T to T cos of 100 tau dt plus 25/t integral minus T to T cos of 200t plus 100 tau plus 2 theta dt. അങ്ങനെ രണ്ട് ഇന്റഗ്രൽസ് ആയിട്ട് മാറും. ദെൻ ഫസ്റ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ആൻസർ ആയിട്ട് 50 cos 100 tau എന്ന് കിട്ടും. പ്ലസ് സെക്കൻഡ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു കോസിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസിന്റെ ഇന്റഗ്രൽ സൈൻ ആണ്, മൈനസ് T to T. (25/t) into sine of 200t plus 100 tau plus 2 theta divided by, with respect to t ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, divided by 200 എന്നുള്ള വരും. ലിമിറ്റ് മൈനസ് T to T. This will be equal to, ഈ ഒരു ടേം 0 ആയിട്ട് പോകും. ഓക്കെ, ദിസ് ടേം വിൽ ബിക്കം 0 ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത്.
So finally what we get is 50 cos of 100 tau എന്നുള്ളതാണ് ZT കിട്ടുന്നത്. Now limit എപ്പോഴാണ് നമ്മൾ കോറിലേഷൻ എർഗോഡിക് ആണെന്ന് പറയാം? ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി ZT എന്താണെന്ന് നോക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി 50 cos 100 tau. ഇവിടെ ഇതിന്റെ അകത്ത് ടി എന്നുള്ള ക്യാപിറ്റൽ ടി കാണുന്നില്ല. ക്യാപിറ്റൽ ടി ഇല്ലാത്തത് കൊണ്ട് കോൺസ്റ്റന്റ് പോലെയാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുക. കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി അത് തന്നെ വരും. സോ വിച്ച് ഈസ് 50 cos 100 tau, which was our autocorrelation function R of tau. Therefore, x of t is correlation ergodic. ഇതിൽ ഇന്റഗ്രേഷൻ എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കണം. ഇന്റഗ്രേഷൻ ചില സ്റ്റെപ്പുകൾ ഞാൻ ക്വിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നമ്മളത് മുമ്പ് ഇങ്ങനെയുള്ള ഇന്റഗ്രേഷൻസ് എല്ലാം നമ്മൾ WSS ആണെന്ന് പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചെയ്തതാണ്. സോ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ദ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വി ക്യാൻ എക്സ്പെക്ട് ഫ്രം ദിസ് ഏരിയ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ഓൾറെഡി അത് PDF ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു ചാപ്റ്റർ 6 മാത്രമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സസൈസിൽ കാണാൻ കഴിയും. പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുക. സോ ദിസ് ഇറ്റ് എർഗോഡിസിറ്റി എന്നുള്ള ടോപ്പിക്. ഈ ഒരു ഇങ്ങനെയുള്ള ഡെഫിനിഷനും ഇങ്ങനെയുള്ള പ്രോബ്ലംസും ആണ് വരുന്നത്. ഇതോടുകൂടി നമ്മുടെ 4th മൊഡ്യൂളും അവസാനിച്ചിട്ടുണ്ട്. കൂടുതൽ ടോപ്പിക്സ് ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല. ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സസിൽ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സിനനുസരിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണ്ട ഏരിയാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഏരിയാസിൽ നമുക്ക് ഡിസ്കഷൻസ് ആവാം. അല്ലാതെയുള്ള പ്രോബ്ലംസ് എല്ലാം ടോപ്പിക്സ് എല്ലാം ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.